അൽ മൗലിദുൽ അക്ബറിന് വേണ്ടി നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകളാണ് നോളജ് സിറ്റിയിലേക്ക് വരുന്നത്. ഈ പ്രോഗ്രാമിന് വരുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഹിജാമ ക്യാമ്പ് കൂടി നോളജ് സിറ്റിയിൽ നടക്കുന്നുണ്ട്. ഹിജാമ എല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ ഹിജാമയെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണകളുമുണ്ട്. കേരളത്തിലെ തന്നെ ഏക യുനാനി മെഡിക്കൽ കോളേജാണ് മർക്കസ് നോളജ് സിറ്റിയിലുള്ളത്. ഈ യുനാനി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വലിയ ഗവേഷണങ്ങൾ ഹിജാമയെക്കുറിച്ചും മറ്റ് യുനാനി ചികിത്സകളെക്കുറിച്ചെല്ലാം നടന്നിട്ടുണ്ട്. ഈ ക്യാമ്പിനെക്കുറിച്ചും ഇതിൻ്റെ സവിശേഷതകളുമെല്ലാം നമുക്ക് ചോദിച്ചറിയാം. ഡോക്ടർ അജ്മൽ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഓഫീസറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഹിജാമ നമ്മുടെ കേരളത്തിലും അല്ലാതെയും വളരെ സുപരിചിതമായിട്ട് കേൾക്കുന്നതാണ്. ഹിജാമ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഹിജാമ, അല്ലെങ്കിൽ പല ആളുകളും ചെയ്തിട്ടുണ്ടാവും ഹിജാമ എന്നുള്ളത്. അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകളുമുണ്ട്, നല്ല നോളജും പല ആളുകൾക്കും ഉണ്ടാവാം. നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഒന്ന് വെൽനെസ് ഉദ്ദേശിച്ച് ചെയ്യും. വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉന്മേഷം കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചെയ്യാറുണ്ട്. അതിന് പുറമേ ആയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ക്രോണിക്കായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ടുണ്ടാകുന്ന ചില സന്ധിവേദനകൾ ഉണ്ടാവാം. മുട്ടുവേദനകൾ, നടുവേദനകൾ, അല്ലെങ്കിൽ രാവിലെ എണീറ്റാൽ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥകൾ, അങ്ങനത്തെ അസുഖങ്ങളിലെല്ലാം ഹിജാമ ചെയ്യാറുണ്ട്. അത് പിന്നെ പുറമേ ആയിട്ട് തൊലിയുടെ അസുഖങ്ങളായ സോറിയാസിസ്, ഈ എക്സിമ, അങ്ങനെയുള്ള കുറേ തൊലിയുടെ അസുഖങ്ങളുണ്ട്. അതിനൊക്കെ ഹിജാമ ചെയ്യും. പിന്നെ ചെയ്യാറുള്ളതാണ് മൈഗ്രെയിൻ. വിട്ടുമാറാത്ത മൈഗ്രെയിൻ, എത്ര മെഡിസിൻ കഴിച്ചിട്ടും മാറാത്ത മൈഗ്രെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിശ്ചിത പോയിന്റുകളിൽ ഡോക്ടർമാർ നേതൃത്വം നൽകിയിട്ട് ഹിജാമ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഹിജാമ? ഹിജാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം എടുക്കുന്നതുണ്ട്, രക്തം എടുക്കാത്ത ടൈപ്പുണ്ട്. രണ്ട് ടൈപ്പായിട്ടാണ് പറയാറുള്ളത്. ഈ രക്തം എടുക്കുന്ന ടൈപ്പായിട്ടാണ് സാധാരണയായിട്ട് നമ്മളെ ഇടയിൽ അറിയപ്പെടുന്നത്. ഇതിൽ നിശ്ചിത ഏരിയകളിൽ, ഡോക്ടർമാർ പറയുന്ന നിശ്ചിത ഏരിയകളിൽ വൃത്തിയുള്ള കപ്പ് വെക്കുക, അത് ഒരു വാക്യൂം എടുത്ത് സെക്ഷൻ എടുത്തിട്ട് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് നിശ്ചിത ഏരിയയിലേക്ക് ബ്ലഡ് ഫ്ലോ, അത് രക്തോട്ടം കൊണ്ടുവരികയും അതിനുശേഷം ആ ഏരിയ നല്ല വൃത്തിയാക്കിയിട്ട് ചെറിയ ഇൻസിഷൻസ്, അതായത് മുറിവുകൾ ഉണ്ടാക്കിയിട്ട് ബ്ലഡ് എടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യുക. ഇതിലൂടെ ആ നിശ്ചിത ഏരിയയിലേക്ക് എന്താവും, നമ്മുടെ രക്തക്കുഴലുകൾ വികസിക്കുകയും അവിടേക്ക് ബ്ലഡ് ഫ്ലോ വരികയും ചെയ്യും. അവിടെ ആദ്യം ഉണ്ടായിരുന്ന ചില ടോക്സിൻസ്, ഡെഡ് ടിഷ്യൂസ് കാര്യങ്ങൾ ഒഴിവാക്കുകയും അവിടെ ഉണ്ടാകുന്ന നീര് കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്യും. അതേപോലെ മസിൽസ്, പേശികളിലുണ്ടാകുന്ന കട്ടിപ്പ് അല്ലെങ്കിൽ വലിവ് കാര്യങ്ങളൊക്കെ റിലീസാവുകയും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഈ ഹിജാമ ചെയ്താൽ അടുത്ത ദിവസം തന്നെ ജോലിക്ക് പോകാനോ സാധാ ജീവിതത്തിലൊക്കെ മടങ്ങാൻ കഴിയും, അല്ലെങ്കിൽ റെസ്റ്റ് വേണ്ടി വരുമോ? റെസ്റ്റ് വേണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന ജോലികൾ ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരുപാട് അധികം ബ്ലഡ് എടുക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ കാര്യം ശ്രദ്ധിക്കേണ്ടി വരുന്നത്, നമ്മൾ സാധാരണയായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹിജാമ ചെയ്യരുത്. അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷന് ശേഷം വേണമെങ്കിൽ ഒരു നിശ്ചിത ഗ്യാപ്പ് എടുത്തിട്ട് വേണമെങ്കിൽ ഹിജാമ ചെയ്യാം. എല്ലാവർക്കും ഹിജാമ പറ്റുകയില്ല. നമ്മൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ നോക്കുക. അപ്പോൾ ഡോക്ടർമാർ നോക്കും സ്കിന്നിൽ അലർജി കാര്യങ്ങളുണ്ടോ, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയുള്ള മെഡിസിൻ കഴിക്കുന്നുണ്ടാവും, ഹൃദയ രോഗങ്ങൾക്കുള്ള മെഡിസിൻ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ നിശ്ചിത മെഡിസിൻസ് കാര്യങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെഡിസിൻസ് താൽക്കാലിക സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം മുൻകൂട്ടി ഡോക്ടറെ അറിയിക്കേണ്ടതുണ്ട്. പല സ്ഥലങ്ങളിലും പോയിട്ട് ഹിജാമ ചെയ്യുന്ന ആളുകൾ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ നിർദ്ദേശപ്രകാരം ആവില്ല. അത് പല കോംപ്ലിക്കേഷനിലേക്ക് എത്തിക്കും. ചില ആളുകൾ ഹൃദയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം മരുന്ന് കഴിക്കുന്നുണ്ടാവും, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന്. ആ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഹിജാമ അഡ്വൈസ് ചെയ്യാറില്ല. കാരണം ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കുകയും പിന്നെ ബ്ലഡ് ഫ്ലോ അധികമാവുകയും പിന്നെ അതൊരു ബുദ്ധിമുട്ടിലേക്ക് മാറുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഏത് ഡോക്ടറെയാണോ കാണിക്കുന്നത് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു 5 ദിവസത്തേക്ക് മെഡിസിൻ നിർത്താൻ പറ്റുന്നതാണെങ്കിൽ മാത്രം എന്നിട്ട് ഹിജാമ ചെയ്യാറുണ്ട്. പിന്നെ മറ്റൊരു കേസാണ് അമിതമായിട്ടുള്ള പ്രമേഹം കാര്യങ്ങൾ. അങ്ങനത്തെ കേസുകളിൽ മുറിവ് ഉണങ്ങാത്തതുണ്ടാവും, ചില ഏരിയകളിൽ തൊട്ടാൽ അറിയാത്ത ഏരിയകളുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്കും ഹിജാമ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. നമ്മളെ ക്യാമ്പ് 24-25 തീയതികളിലാണ്. 25-നാണ് നമ്മളെ അൽ മൗലിദുൽ അക്ബർ നടക്കുന്നത്. എന്താണ് ആ ദിവസങ്ങളിൽ നടക്കുന്ന ഓഫറുകൾ? നമ്മൾ 50%, ഇപ്പോൾ എത്രയാണോ നമ്മൾ കപ്പ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് അതിന് 50% കിഴിവാണ് കൊടുക്കാറുള്ളത്. കഴിഞ്ഞ വർഷവും വിപുലമായിട്ട് 300ഓളം ആളുകൾ ഹിജാമ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഇപ്രാവശ്യം ഇൻഷാ അല്ലാഹ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്കൊക്കെ സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഡോക്ടേഴ്സും അതുപോലുള്ള മറ്റ് സൗകര്യങ്ങൾക്കൊന്ന് പറയാമോ? ഇവിടെ 9 മണി മുതൽ ഡോക്ടർമാരുടെ സേവനം ഉണ്ടാവും. ഡോക്ടർമാർ തന്നെയാണ് ഹിജാമ ചെയ്യുന്നതും അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അവരുടെ ഫുൾ കാര്യങ്ങൾ, വൈറ്റൽസ് നോക്കുന്നത്, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മറ്റൊരാളും ചെയ്യുന്നില്ല. ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മാത്രമാണ് ഇവിടെ ഹിജാമ ചെയ്യുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം ഹിജാമ കൊണ്ട് പലപ്പോഴും ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ ഇല്ലാതിരിക്കാൻ
കൃത്യമായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തോടു കൂടെ തന്നെയാണ് ഇവിടുത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതും. വിദൂര ദിക്കുകളിൽ നിന്നെല്ലാം ജാമിൽ ഫുത്തുഹിൽ അൽ മൗലിദുൽ അക്ബറിൽ എത്തുന്നവർക്ക് ഇതൊരു അവസരമാണ്. ആരോഗ്യവും സംരക്ഷിക്കാം, ആത്മീയതയും നേടാം.